2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താൻ തന്റെ ഗോത്രത്തിന്റെ അടയാളത്തോടുകൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം. സമാഗമന കൂടാരത്തിനെതിരെയായി ചുറ്റും അവർ പാളയമിറങ്ങണം. യഹൂദാ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിനു നേരെ പാളയമിറങ്ങണം. യഹൂദയുടെ മക്കൾക്ക് അമ്മീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 74,600 പേർ. അവന്റെ അരികെ ഇസഹാർ ഗോത്രം പാളയമിറങ്ങണം. ഇസഹാരിന്റെ മക്കൾക്ക് സൂവാരിന്റെ മകൻ നെഥനിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബുലൂൻ ഗോത്രം സെബുലൂന്റെ മക്കൾക്ക് ഹേലോന്റെ മകൻ എലിയാബ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 57,400 പേർ. യഹൂദാപാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടേണം. രൂബേൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി തെക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. രൂബേന്റെ മക്കൾക്ക് ശെരിയൂരിന്റെ മകൻ എലീസൂർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 46,500 പേർ. അവന്റെ അരികെ ശിമയോൻ ഗോത്രം പാളയമിറങ്ങണം. ശിമയോന്റെ മക്കൾക്ക് സുരിശദായിയുടെ മകൻ ശിലൂമിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം ഗാദിന്റെ മക്കൾക്ക് രയൂവേലിന്റെ മകൻ എലിയാസാഫ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,09,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടേണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നതുപോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടേണം. എഫ്രൈം പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. എഫ്രൈമിന്റെ മക്കൾക്ക് അമ്മീഹൂദിന്റെ മകൻ എലീശാമ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 40,500 പേർ. അവന്റെ അരികെ മനശ്ശെ ഗോത്രം പാളയമിറങ്ങണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗമലിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 32,400 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങണം. ബെന്യാമീന്റെ മക്കൾക്ക് ഗിദയോനിയുടെ മകൻ അബീദാൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 35,400 പേർ. എഫ്രൈം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,09,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടേണം. ദാൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. ദാന്റെ മക്കൾക്ക് അമ്മിശദായിയുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 60,700 പേർ. അവന്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങണം. ആശേരിന്റെ മക്കൾക്ക് ഒക്രാന്റെ മകൻ പഗീയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണമാകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു.